മുതിർന്ന കോൺഗ്രസ് നേതാവും യു.ഡി.എഫ് മുൻ കൺവീനറുമായിരുന്ന പി തങ്കച്ചൻ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് ആലുവയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് വൈകുന്നേരം 4:30 അന്ത്യം. കെ.പി.സി.സി മുൻ പ്രസിഡന്റ്, മുൻ സ്പീക്കർ, മന്ത്രി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 1991 മുതൽ 95 വരെ സ്പീക്കറായിരുന്നു. 95-ൽ ആന്റണി മന്ത്രിസഭയിൽ കൃഷിമന്ത്രിയായി പ്രവർത്തിച്ചു. 1982 മുതൽ 1996 വരെ പെരുമ്പാവൂർ എം.എൽ.എ ആയിരുന്നു. പി തങ്കച്ചൻ്റെ മൃതദേഹം ഇന്ന് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിക്കും. നാളെ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോകും. സംസ്കാരം ശനിയാഴ്ച നടക്കുമെന്നാണ് വിവരം. വൈദികൻ്റെ മകനായി ജനിച്ച് അഭിഭാഷക ജോലിക്കിടെ രാഷ്ട്രീയത്തിലേക്കിറങ്ങിയ നേതാവായിരുന്നു പി തങ്കച്ചൻ. കലങ്ങിമറിഞ്ഞ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എന്നും സമവായ പാതയിലൂടെയായിരുന്നു തങ്കച്ചൻ്റെ സഞ്ചാരം. കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളിൽ ഒരാളായിരുന്നു ശ്രീ പി തങ്കച്ചൻ. അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ കോൺഗ്രസ് പ്രവർത്തന രംഗത്ത് വളരെയേറെ ശ്രദ്ധേയമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു. അദ്ദേഹം വഹിച്ച പദവികൾ നിരവധിയാണ്. എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി ദീർഘനാൾ പ്രവർത്തിച്ചു. പെരുമ്പാവൂർ എം.എൽ.എ ആയി പലതവണ വിജയിച്ചു. നിയമസഭാ സ്പീക്കറായി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. കൃഷി മന്ത്രിയായി അദ്ദേഹം സംസ്ഥാനത്ത് അറിയപ്പെട്ടു. യു.ഡി.എഫിന്റെ കൺവീനറായി ശ്രീ പി തങ്കച്ചൻ ദീർഘനാൾ വളരെ വിജയകരമായി പ്രവർത്തിക്കാൻ നേതൃത്വം കൊടുത്തു. കെ.പി.സി.സിയുടെ പ്രസിഡന്റായും ശ്രീ പി തങ്കച്ചന്റെ സേവനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ലഭിച്ചിരുന്നു. അച്ഛൻ വൈദികനും അച്ഛൻ്റെ അനിയൻ അഭിഭാഷകനുമായിരുന്നു. ചെറുപ്പത്തിൽ ഏതു വഴി തിരഞ്ഞെടുക്കണമെന്ന് ആദ്യം ശങ്കിച്ചിരുന്നുവെന്ന് തങ്കച്ചൻ പറഞ്ഞിരുന്നു. ഒടുവിൽ ലോഹയ്ക്ക് പകരം കോട്ടിട്ട് ഇളയച്ചൻ്റെ സഹായിയായി അങ്കമാലിയിൽ നിന്നും പെരുമ്പാവൂരിലെത്തി. നഗരസഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായാണ് തങ്കച്ചൻ മത്സരിച്ചത്. 1968-ൽ 26-ാം വയസ്സിൽ പെരുമ്പാവൂർ നഗരസഭ അധ്യക്ഷനായി. രാജ്യത്തെ പ്രായം കുറഞ്ഞ നഗരസഭ ചെയർമാൻ എന്ന റെക്കോർഡിട്ടായിരുന്നു തുടക്കം. പിന്നീട് 91 മുതൽ 95 വരെ നിയമസഭാ സ്പീക്കർ, 95 മുതൽ 96 വരെ ആന്റണി മന്ത്രിസഭയിൽ കൃഷിമന്ത്രി, കെ.പി.സി.സി പ്രസിഡന്റ്, യു.ഡി.എഫ് കൺവീനർ തുടങ്ങി കോൺഗ്രസിൽ മേൽവിലാസങ്ങൾ ഒരുപാടുണ്ടായിരുന്നു പി തങ്കച്ചന്. ഞങ്ങൾക്കെല്ലാം വളരെ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ, KSU പ്രവർത്തകരായിരിക്കുന്ന കാലം മുതൽ ഏറ്റവും അടുത്ത് ബന്ധമുണ്ടായിരുന്ന, പിതൃതുല്യനായിരുന്ന ഒരാളായിരുന്നു തങ്കച്ചൻ സാർ. എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും നിരവധി പ്രാവശ്യം പെരുമ്പാവൂരിൽ നിന്ന് എം.എൽ.എയും മന്ത്രിയും സ്പീക്കറും അതുപോലെ യു.ഡി.എഫിൻ്റെ കൺവീനറും കെ.പി.സി.സിയുടെ പ്രസിഡന്റും ഒക്കെയായി കോൺഗ്രസിൻ്റെയും യു.ഡി.എഫിൻ്റെയും തലപ്പത്ത് വളരെ സൗമ്യമായ പെരുമാറ്റത്തോടുകൂടി നിലനിന്നിരുന്ന എല്ലാവർക്കും പ്രിയങ്കരനായ രാഷ്ട്രീയ നേതാവായിരുന്നു അദ്ദേഹം. എറണാകുളത്തെ കോൺഗ്രസിൻ്റെ മണ്ണാണ് പി തങ്കച്ചനിലെ നേതാവിനെ പരുവപ്പെടുത്തിയത്. ഗ്രൂപ്പ് പോര് പാരമ്യത്തിലെത്തിയ നാളുകളിൽ ലീഡർക്കൊപ്പം അടിയുറച്ചു നിന്നു തങ്കച്ചൻ. 1982 മുതൽ 96 വരെ പെരുമ്പാവൂർ യു.ഡി.എഫിൻ്റെ ഉറച്ച കോട്ടയാക്കി. മധ്യ കേരളത്തിലെ കോൺഗ്രസിൻ്റെ തലയെടുപ്പുള്ള നേതാവായി മാറി പി തങ്കച്ചൻ. എന്നാൽ 2001-ൽ CPM-ലെ സാജു പോളിനോട് അടിപതറി. സംസ്ഥാനത്ത് 100 സീറ്റുമായി AK ആന്റണിയുടെ നേതൃത്വത്തിൽ യു.ഡി.എഫ് തകർപ്പൻ ജയം നേടിയപ്പോൾ തോറ്റ ഒരു പ്രമുഖൻ പി തങ്കച്ചനായിരുന്നു. ലീഡറുടെ വലം കൈയായിരുന്നെങ്കിലും 2005 DIC രൂപീകരിച്ച് കരുണാകരൻ പാർട്ടി വിട്ടപ്പോഴും തങ്കച്ചൻ കോൺഗ്രസിൽ അടിയുറച്ചു നിന്നു. തുടർന്ന് മുഖ്യമന്ത്രിയാകാൻ ഉമ്മൻചാണ്ടി ഒഴിഞ്ഞ യു.ഡി.എഫ് കൺവീനർ സ്ഥാനത്തേക്ക് തങ്കച്ചനെത്തി. 2005-ൽ അന്ന് മുതൽ 2018 വരെ നീണ്ട 13 വർഷം യു.ഡി.എഫ് കൺവീനർ സ്ഥാനത്ത് തങ്കച്ചൻ തുടർന്നു. തങ്കച്ചനിലെ മെയ്വഴക്കമുള്ള രാഷ്ട്രീയക്കാരനെ കണ്ട നാളുകളായിരുന്നു അത്. 5-ാം മന്ത്രിസ്ഥാനം മുതൽ സോളാറും ബാർക്കോഴയും പിന്നീട് മുന്നണി ആടിയുലഞ്ഞ ഘട്ടത്തിൽ എല്ലാ കക്ഷികളെയും വഴക്കത്തോടെ വിളക്കിച്ചേർത്ത കൺവീനർ തങ്കച്ചനായിരുന്നു. മുന്നണിക്കുള്ളിൽ തർക്കങ്ങൾ കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോഴും പുറത്തേക്ക് എല്ലാം ഭദ്രമാക്കി നിർത്തുന്നതായിരുന്നു തങ്കച്ചൻ ശൈലി. നിസ്സാരമെന്ന ഒഴുക്കൻ പറച്ചിലിൽ ഐക്യമുന്നണിയിലെ രഹസ്യങ്ങൾ ഭദ്രമായിരുന്നു. കൺവീനർ സ്ഥാനമൊഴിഞ്ഞ 2018 മുതൽ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും പതിയെ വിട്ടുനിൽക്കുകയായിരുന്നു പി തങ്കച്ചൻ. കുറച്ചു നാളുകളായി അനാരോഗ്യം അലട്ടിയിരുന്നു. അരനൂറ്റാണ്ടിലേറെ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന
സൗമ്യ മുഖമാണ് വിടവാങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി, കുവൈറ്റ് ആൻഡ് കണ്ണൂർ.